ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയാലോ? അപ്പോൾ നമുക്കിന്ന് ഷോൾഡർ എങ്ങനെയാണ് ഇൻവിസിബിളായിട്ട് ജോയിൻ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും നല്ല വശങ്ങളാണ് കേട്ടോ ചേർത്ത് വെക്കേണ്ടത്. നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് ആണ് നമ്മൾ ഫ്രണ്ടിനോട് ചേർത്ത് കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇവിടെ ലൈനിങ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്തത് കൊണ്ടാണ് ലൈനിങ് മറച്ചു കൊടുത്തത്. നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് നെക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ ക്രോസ് പീസാണ് കേട്ടോ ഇതുപോലെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ 1/2 ഇഞ്ചിൽ അടിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഷോൾഡർ നല്ല ഇൻവിസിബിളായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, വീഡിയോസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അറിയാത്തവർ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ചാനലിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസിൽ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. ബൈ.